തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെയും. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവപുത്രനും നമ്മുടെ രക്ഷകനുമായ നസ്രായൻ ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉറവിടങ്ങൾ വിശുദ്ധ ഗ്രന്ഥവും തിരുസഭയുടെ വിശുദ്ധ പാരമ്പര്യവുമാണല്ലോ. ഈ വിശുദ്ധ ഗ്രന്ഥത്തിന് 2 ഭാഗങ്ങളാണ് ഉള്ളത്, പഴയ നിയമവും പുതിയ നിയമവും. പഴയ നിയമം പിതാവായ ദൈവം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഒരു അഭിഷിക്തനെ മിശിഹായെ വാഗ്ദാനം ചെയ്യുന്നതും ആ വാഗ്ദാനം സ്വീകരിച്ച ഇസ്രായേൽ ജനം നൂറ്റാണ്ടുകളായി ഈ മിശിഹായെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതുമായ ചരിത്രമാണ്. ദൈവം നൽകിയ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭം മുതൽ ദൈവം നൽകിയ ഈ വാഗ്ദാനത്തെക്കുറിച്ച് മോശയും പ്രവാചകന്മാരും കാലാകാലങ്ങളിൽ ഇസ്രായേൽ ജനതയെ അനുസ്മരിപ്പിച്ചുകൊണ്ടിരുന്നു. ഇപ്രകാരം ദൈവം വാഗ്ദാനം ചെയ്തതും ഇസ്രായേൽ ജനത പ്രതീക്ഷയോടെ കാത്തിരുന്നതുമായ രക്ഷകനായ മിശിഹായുടെ ആഗമനവും അവിടുത്തെ ജീവിതവും പ്രവർത്തനങ്ങളും അവസാനം അവിടുത്തെ സഹനവും മരണവും കബറടക്കവും ഉത്ഥാനവും സ്വർഗാരോഹണവും വിവരിക്കുന്ന പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 ഗ്രന്ഥങ്ങളാണ് സുവിശേഷ ഗ്രന്ഥങ്ങൾ. തുടർന്നു വരുന്ന സ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങൾ നടപടി പുസ്തകത്തിൽ ഉദ്ധിതനായ മിശിഹ രൂപാന്തരപ്പെട്ട തൻ്റെ അസ്തിത്വത്തിലൂടെ, ഉദ്ധിതനായ അവിടുത്തെ ആ അസ്തിത്വത്തിലൂടെ, തൻ്റെ സ്ലീഹന്മാരിലൂടെ, തൻ്റെ റൂഹാദ് കുരിശായിലൂടെ ഇന്നും ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, താൻ ആരംഭിച്ച മനുഷ്യാവതാരത്തിൽ ആരംഭിച്ച ആ രക്ഷണീയ കർത്തവ്യം, തൻ്റെ സഹനമരണോത്ഥാനങ്ങളിലെ പെസഹാരഹസ്യങ്ങളിൽ പൂർത്തിയാക്കിയ ആ രക്ഷാകർമ്മം, അതിൻ്റെ ഫലങ്ങൾ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, എല്ലാവരെയും രക്ഷിക്കുന്നതിന് വേണ്ടി സ്ലീഹന്മാരിലൂടെ, തിരുസഭയിലൂടെ, റൂഹാദ് കുരിശായിലൂടെ പ്രവർത്തിക്കുന്നതിൻ്റെ ചരിത്രമാണ് സ്ലീഹന്മാരുടെ നടപടി അഥവാ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നത്. തുടർന്നു വരുന്ന ലേഖനങ്ങൾ പൗലോസ് ശ്ലീഹായും പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, യൂദ തുടങ്ങിയ സ്ലീഹ പ്രമുഖന്മാരും സഭാസമൂഹങ്ങൾക്കെഴുതിയ കത്തുകളാണ്. ഈ കത്തുകൾ യഥാർത്ഥത്തിൽ ഈ വ്യത്യസ്ത സഭാസമൂഹങ്ങൾ പൗലോസ് ശ്ലീഹായോടും മറ്റ് സ്ലീഹന്മാരോടും ചോദിച്ച ചോദ്യങ്ങൾക്കും അവരുടെ മുൻപിൽ ഉന്നയിച്ച സംശയങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമൊക്കെയുള്ള മറുപടിയും ഉത്തരങ്ങളുമായിരുന്നു. ഏറ്റവും അവസാനത്തെ പുസ്തകമായ വെളിപാട് ഏറ്റവും കൂടുതൽ കാലം ഭൂമിയിൽ ജീവിച്ചിരുന്ന 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ജീവിച്ചിരുന്ന യോഹന്നാൻ ശ്ലീഹായ്ക്കുണ്ടായ സ്വർഗീയ ദർശനമാണ്. ഇവിടെ ശ്ലീഹ കാണുന്നത് മഹത്വീകൃതമായ ആ സ്വർഗീയ ജെറൂസലമിനെയാണെങ്കിലും തിരുസഭയുടെ ഭാവി മഹത്വത്തെ, മിശിഹാ 2ാമത്തെ ആഗമനത്തിൽ സംഭവിക്കാനിരിക്കുന്ന ആ സ്വർഗീയ മഹത്വത്തെക്കുറിച്ചും പുതിയ ആകാശത്തെക്കുറിച്ചും പുതിയ ഭൂമിയെക്കുറിച്ചുമാണ് എങ്കിലും അതിനുള്ള ഒരുക്കമായി ഈ ഭൂമിയിലായിരിക്കുന്ന തിരുസഭയ്ക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളെയും സഹനങ്ങളെയും, ഈ സഹനങ്ങളിൽ വിശ്വസ്തതാപൂർവം കർത്താവിനോടുള്ള വിശ്വസ്തയോടെ എപ്രകാരമാണ് സഭാസമൂഹങ്ങൾ, വിശ്വാസികൾ ജീവിക്കേണ്ടതെന്നുമുള്ള ആഹ്വാനങ്ങളും ആണ് ഈ ദർശനത്തിലൂടെ യോഹന്നാൻ ശ്ലീഹ അവസാന ഗ്രന്ഥത്തിൽ നൽകുന്നത്. ഈ അവസാനത്തെ 27 പുസ്തകങ്ങൾക്കുള്ള ആമുഖമാണ് നമ്മൾ കാണുവാൻ പോകുന്നത്. നമ്മൾ ഈ പുതിയ നിയമത്തിലുള്ള ആമുഖം കാണുന്നത് 3 യൂണിറ്റുകളായിട്ടാണ്. ആദ്യത്തെ യൂണിറ്റിൽ ഇപ്പോൾ നമ്മൾ കാണുവാൻ പോകുന്നത് പുതിയ നിയമത്തിൻ്റെ പ്രധാന പ്രമേയം, അവിടുത്തെ മുഖ്യ കഥാപാത്രമായ പ്രതിപാദ്യ വിഷയമായ നസ്രായൻ ഈശോയെക്കുറിച്ചുള്ള ആമുഖം, ഈശോയുടെ ജീവചരിത്രം വിവരിക്കുന്ന സുവിശേഷങ്ങൾക്കുള്ള ആമുഖം, ഈ സുവിശേഷം ഉൾപ്പെടെയുള്ള 27 പുസ്തകങ്ങളുടെയും രൂപീകരണ ചരിത്രം, അവ രൂപം കൊണ്ട സമൂഹങ്ങളുടെ പശ്ചാത്തലം, അത് സ്വീകരിച്ച സമൂഹങ്ങളുടെ വിശ്വാസ മതജീവിത പശ്ചാത്തലങ്ങൾ, സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം തുടങ്ങി
ഉള്ള കാര്യങ്ങളാണ്, പൊതുവായ കാര്യങ്ങളാണ് ആദ്യത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ കാണുക. പുതിയ നിയമം എന്നുള്ള ആ പദം തന്നെ ഒരു പഴയ നിയമത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പുതിയത് എന്നുള്ളതിന് അർത്ഥമില്ലല്ലോ. പഴയ നിയമം എന്ന് പറയുന്നത് മോശയിലൂടെ നൽകപ്പെട്ട ആ 10 നിയമങ്ങളെയാണ്, പ്രമാണങ്ങളെയാണ് അടിസ്ഥാനപരമായി ഉദ്ദേശിക്കുന്നത്. പഴയ നിയമഗ്രന്ഥങ്ങൾ മുഴുവനെയും അത് പ്രതിനിധാനം ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമുക്കറിയാം. 46 പുസ്തകങ്ങളും ഉൾപ്പെടുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തിനാണല്ലോ പഴയ നിയമം എന്ന് പറയുന്നത്. ഈ പഴയ നിയമം അല്ലെങ്കിൽ ന്യൂ ടെസ്റ്റമെൻ്റ് എന്നുള്ളതിലും അർത്ഥവത്തായിട്ടുള്ള പ്രയോഗം പഴയ ഉടമ്പടി, പുതിയ ഉടമ്പടി എന്നുള്ളതാണ്. പഴയ ഉടമ്പടി ഗ്രന്ഥങ്ങൾ 46ഉം പുതിയ ഉടമ്പടി ഗ്രന്ഥങ്ങൾ 27ഉം. കാരണം പഴയ നിയമത്തിൻ്റെ കേന്ദ്ര സ്ഥാനത്ത് നിൽക്കുന്നത് പുറപ്പാട് പുസ്തകത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന സീനാ ഉടമ്പടിയാണ്. ഈ ഉടമ്പടിയിലൂടെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ വിവരിക്കപ്പെടുന്ന ആ അബ്രാഹത്തിൻ്റെ സന്തതി പരമ്പര, യാക്കോബിൻ്റെ സന്തതി പരമ്പര ദൈവത്തിൻ്റെ ജനമായി തീർന്നത്. മെസ്രയനിലെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ച് കാനാൻ ദേശത്തേക്ക്, വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ദൈവം സീനാമലയിൽ വെച്ച് ഇസ്രായേൽ ജനതയുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. അവിടുന്ന് അവർക്ക് 10 പ്രമാണങ്ങൾ നൽകിക്കൊണ്ട് പറഞ്ഞു, ഈ പ്രമാണങ്ങൾ നിങ്ങൾ പാലിച്ചാൽ ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും, നിങ്ങൾ എൻ്റെ സ്വന്തം ജനവുമായിരിക്കും, നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റിരിക്കുന്നു. അതാണ് സംരക്ഷകനായി, പരിപാലകനായി, രാജാവായി ഞാൻ ഉണ്ടാകുമെന്നാണ് ദൈവം വാഗ്ദാനം ചെയ്തത്. ഈ ഉടമ്പടിയോട് ദൈവം എന്നും വിശ്വസ്തനായിരുന്നുവെങ്കിലും ആ ഉടമ്പടി വിശ്വസ്തത മൂശയിലൂടെയും പ്രവാചകന്മാരിലൂടെയും ദൈവം ആവർത്തിച്ച് ജനത്തെ അനുസ്മരിപ്പിച്ചിരുന്നെങ്കിലും സമയം കിട്ടുമ്പോഴെല്ലാം ഇസ്രായേൽ ജനം ഈ ദൈവത്തോട് മറുതലിക്കുകയും ഉടമ്പടിയോട് അവിശ്വസ്തരായി പെരുമാറുകയും ചെയ്തു. അതുകൊണ്ടാണ് കാലാകാലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട പ്രവാചകന്മാർ ഈ ഉടമ്പടി വിശ്വസ്തതയിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി ഇസ്രായേൽ ജനതയെ ആഹ്വാനം ചെയ്തിരുന്നത്. ആ ഉടമ്പടി അപ്പോൾ ഒരു പുതിയ ഉടമ്പടി ദൈവം ഇസ്രായേൽ ജനത അവിശ്വസ്തരായി വർത്തിച്ചതുകൊണ്ട് ഒരു പുതിയ ഉടമ്പടി ദൈവജനവുമായിട്ട്, ഇസ്രായേൽ ജനവുമായി ചെയ്യുമെന്നുള്ള കാര്യം പ്രവാചകനായ ജെറമിയായിലൂടെ ദൈവം അറിയിക്കുന്നത് ജെറമിയായുടെ പുസ്തകം 31-ാം അധ്യായം 31 മുതലുള്ള വാചകങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ആദ്യ ഉടമ്പടിയുടെ പ്രമാണങ്ങൾ കൽപ്പലകകളിലാണ് എഴുതപ്പെട്ടത് എങ്കിൽ പുതിയ ഉടമ്പടിയിൽ മനുഷ്യ ഹൃദയങ്ങളിൽ ഈ പ്രമാണം എഴുതും. ഒരിക്കലും മാഞ്ഞു പോകാതിരിക്കുവാൻ വേണ്ടി മനുഷ്യ ഹൃദയങ്ങളിൽ തന്നെ എഴുതുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വരാനിരിക്കുന്ന പുതിയ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ജനത്തിൻ്റെ പാപങ്ങൾ ഞാൻ എന്നേക്കുമായി മറന്നു കളയും, പിന്നെ ഒരിക്കലും ഓർക്കുകയില്ല. അപ്പോൾ ആത്യന്തികമായിട്ടുള്ള പാപമോചനമായിരിക്കും പുതിയ ഉടമ്പടിയുടെ സത്ത എന്നുള്ളതും ജെറമിയായുടെ പുസ്തകം 31-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ ദൈവം വ്യക്തമാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ വേണം പുറപ്പാട് പുസ്തകത്തിൽ വിവരിക്കുന്ന സീനാ ഉടമ്പടിയുടെയും ആ ഉടമ്പടിയോട് അവിശ്വസ്തരായ ജനം വർത്തിച്ചതുകൊണ്ട് വിശ്വസ്തനായിരിക്കുന്ന ദൈവം, എന്നും വിശ്വസ്തനായിരിക്കുന്ന ദൈവം ജെറമിയ പ്രവാചകനിലൂടെ മുൻകൂട്ടി അറിയിച്ച ആ പുതിയ ഉടമ്പടിയുടെയും പശ്ചാത്തലത്തിൽ മാത്രമേ നമുക്ക് പുതിയ നിയമത്തെ അല്ലെങ്കിൽ പുതിയ ഉടമ്പടിയെയും പുതിയ ഉടമ്പടി ഗ്രന്ഥങ്ങളിൽ വിവരിക്കപ്പെടുന്ന ചരിത്ര സത്യങ്ങളെയും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു പുതിയ ഉടമ്പടി ഈശോ സ്ഥാപിക്കുന്നത്. പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള പ്രതിപാദ്യം നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ അന്ത്യത്താഴ വേളയിൽ ഈശോ അവിടുത്തെ തിരുരക്തത്തിൻ്റെ പ്രതീകമായി അവിടുന്ന് എടുത്ത് കാസയിലെടുത്ത് ആ വീഞ്ഞെടുത്ത് അവിടുന്ന് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി, അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. വിശുദ്ധ മത്തായി സുവിശേഷം 26-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഈ പ്രതിപാദ്യം കേൾക്കുന്നുണ്ട്, പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള. അപ്പോൾ സീനാ ഉടമ്പടിയുടെ സ്ഥാനത്ത് ജെറമിയ പ്രവാചകൻ മുൻകൂട്ടി അറിയിച്ചിരുന്ന ആ പുതിയ ഉടമ്പടിയുടെ പുതിയ നിയമ കുഞ്ഞാടായ മിശിഹായുടെ രക്തത്തിൽ ഉറപ്പിക്കപ്പെടാൻ പോകുന്നു. അത് പൂർത്തിയാകുന്നത്, ആ രക്തം ചിന്തുന്നത് കാൽവരിയിലാണെന്ന് നമുക്കറിയാം. അവിടുത്തെ സഹനത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും ആ ഉടമ്പടി മുദ്ര വയ്ക്കപ്പെടുന്നു എന്നുള്ള സത്യം ഈശോ അന്ത്യത്താഴ വേളയിൽ സൂചിപ്പിക്കുകയായിരുന്നു ഈ പ്രതിപാദ്യത്തിലൂടെ. അപ്പോൾ ആ ഈശോയുടെ പെസഹ രഹസ്യത്തിൽ സഹനമരണോത്ഥാനങ്ങളിൽ പൂർത്തിയായ ആ ഉടമ്പടിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന, ആ ഉടമ്പടിയെ ചുറ്റിപ്പറ്റിയുള്ള 27 പുസ്തകങ്ങളാണ് പുതിയ ഉടമ്പടി ഗ്രന്ഥങ്ങൾ അഥവാ പുതിയ നിയമഗ്രന്ഥങ്ങൾ. ഇതിന് സമാനമായി നിൽക്കുന്നത് നമ്മൾ പറഞ്ഞു. പഴയ നിയമത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന സീനാ ഉടമ്പടിയും ആ ഉടമ്പടിയുടെ ഭാഗമായി ഉടമ്പടിയുടെ വ്യവസ്ഥകളായി നൽകപ്പെട്ട 10 പ്രമാണങ്ങളും അവയോടുള്ളത് ഇസ്രായേൽ ജനത്തിന് ഉണ്ടായിരിക്കേണ്ട വിശ്വസ്തയെക്കുറിച്ച് മോശയും പ്രവാചകന്മാരും
കാലാകാലങ്ങൾ ഓർമ്മിപ്പിച്ചിരുന്നതുമാരെന്ന് നമ്മൾ പറഞ്ഞു. പുതിയ നിയമഗ്രന്ഥങ്ങളിൽ 27 പുസ്തകങ്ങളിൽ പ്രതിപാദിക്കപ്പെടുന്ന പ്രധാന പ്രമേയം മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനായ ഈശോ മിശിഹായുടെ സഹനത്തിലും മരണത്തിലും കബറടക്കത്തിലും ഉത്ഥാനത്തിലൂടെയും ഉറപ്പിക്കപ്പെട്ട ആ പുതിയ ഉടമ്പടിയുടെ, അവിടുത്തെ രക്തം, സ്വന്തം രക്തത്താൽ മുദ്ര വയ്ക്കപ്പെട്ട ആ ഉടമ്പടിയെക്കുറിച്ചുള്ള അതിൻ്റെ വിശദാംശങ്ങളാണ്, അതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ ഫലവും ഒക്കെയാണ് പുതിയ നിയമത്തിലെ 27 ഗ്രന്ഥങ്ങളിൽ വിവരിക്കപ്പെടുന്നത്. അപ്പോൾ പുതിയ ഉടമ്പടിയുടെ, പുതിയ നിയമത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് മിശിഹായാണെന്ന് നമ്മൾ കണ്ടു. നസറായനായ ഈശോയാണ്, ദൈവപുത്രനായ ഈശോ മിശിഹായാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ്റെയും കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് ഈശോ തന്നെയാണ്. കാരണം പഴയ നിയമത്തിലെ 46 പുസ്തകങ്ങളും, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങൾ മുതൽ തന്നെ 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ ദൈവം വാഗ്ദാനം ചെയ്തു തുടങ്ങുന്ന ആ രക്ഷകനായ മിശിഹ പിന്നീട് അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനത്തിലൂടെയും, അത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള 3 വരെയുള്ള വാക്യങ്ങളിലായാലും, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 18-ാം വാക്യത്തിലൂടെ ആയാലും, നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായം 15-ാം വാക്യത്തിലൂടെ ആയാലും, തുടർന്ന് സാമുവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലൂടെ ആയാലും, പിന്നീട് ഏഷ്യാ നിവിയായിലൂടെയും മറ്റു പ്രവാചകന്മാരിലൂടെയും എല്ലാം ആവർത്തിച്ച് നൽകിയിരുന്ന വാഗ്ദാനങ്ങളിലൂടെ ആയാലും എല്ലാം ദൈവം ഈ മിശിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷ ജനത്തിൽ വളർത്തിക്കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ പഴയ നിയമം അവസാന പുസ്തകമായ മലാക്കി വരെ ഈ മിശിഹായ്ക്ക് വഴിയൊരുക്കുവാൻ പോകുന്ന യോഹന്നാൻ മാന്താനെക്കുറിച്ചാണല്ലോ മലാക്കി പുസ്തകത്തിലെ 3-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലും 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലും എല്ലാം പ്രതിപാദിക്കുന്നത്. അങ്ങനെ ആ മിശിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷ ഇങ്ങനെ വളർന്നു വരുന്നു. അവിടെ മലാക്കി പുസ്തകം പഴയ നിയമത്തിലെ അവസാന പുസ്തകത്തിൽ ആ പ്രതീക്ഷ അതിൻ്റെ ഉച്ചസ്ഥാനത്ത് നിൽക്കുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ പ്രതീക്ഷകൾ പൂർത്തിയാകുന്ന സംഭവമാണ് വിവരിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിലെ ആദ്യത്തെ 2 അധ്യായങ്ങളിൽ ഈ പഴയ നിയമ വാഗ്ദാനങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ്, അവയുടെ പൂർത്തീകരണമാണ് നടക്കാൻ പോകുന്നത് എന്ന് ലൂക്കാ സുവിശേഷൻ വിവരിക്കുന്നത്. ദൈവം നൽകിയിരുന്ന അബ്രാഹാം മുതലുള്ള പൂർവ്വപിതാക്കന്മാർക്ക് നൽകിയിരുന്ന ആ വാഗ്ദാനങ്ങൾ, അവരോട് ചെയ്തിരുന്ന ആ ഉടമ്പടി, അവർക്ക് നൽകിയിരുന്ന ആ ഉറപ്പ് അവിടുന്ന് പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മിശിഹായെ അയക്കുന്നത്, മിശിഹായ്ക്ക് വഴിയൊരുക്കുവാനുള്ള യോഹന്നാൻ മാന്താനയെ അയക്കുന്നത് എന്നെല്ലാമുള്ള സൂചനകൾ മറിയത്തിൻ്റെ ഗീതത്തിൽ, മാഗ്നിഫിക്കാത്തിൽ, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 50 മുതലുള്ള വാക്യങ്ങളിലും, പിന്നീട് യോഹന്നാന്റെ ജനനവേളയിൽ സക്കറിയ പുരോഹിതന്റെ കീർത്തനത്തിൽ 68 മുതലുള്ള വാക്യങ്ങളിലും ഈ വാഗ്ദാനങ്ങളെക്കുറിച്ചുള്ള, ദൈവം അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനം, ഇസ്രായേൽ ജനത്തോട് ചെയ്ത വാഗ്ദാനം അനുസ്മരിക്കുന്നതിനെയും പൂർത്തിയാക്കുന്നതിൻ്റെയും ഭാഗമാണ് എന്നുള്ള സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും മിശിഹ കേന്ദ്രീകൃതമാണ് എന്ന് പറയാൻ സാധിക്കും. പഴയ നിയമം മിശിഹായെക്കുറിച്ചുള്ള വാഗ്ദാനവും പ്രതീക്ഷയുമാണ് എങ്കിൽ ആ വാഗ്ദാനം, ആ പ്രതീക്ഷ പൂർത്തിയാകുന്നതാണ് പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിലെ 4 ഗ്രന്ഥങ്ങളിൽ, സുവിശേഷ ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ്, അതിൻ്റെ ലോകാവസാനം വരെയുള്ള തുടർച്ചയാണ്, ചരിത്രമാണ് തുടർന്നു വരുന്ന സ്ലീഹന്മാർ നടപടി പുസ്തകം മുതൽ വിവരിക്കുന്നത്. അപ്പോൾ ഈശോ ആരാണ്? പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 ഗ്രന്ഥങ്ങളായ സുവിശേഷങ്ങൾ പ്രതിപാദിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലായാൽ മാത്രമേ പുതിയ നിയമ ലോകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പഴയ നിയമത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൽ അതിന് തുടർച്ചയായിട്ട് വന്ന മിശിഹ, വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായി വരുന്ന മിശിഹ. ഈ വാഗ്ദാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പഴയ നിയമത്തിലെ വാഗ്ദാനങ്ങൾ പ്രധാനമായും 3 വാഗ്ദാനങ്ങളായിരുന്നു എന്ന് നമ്മൾ കണ്ടു. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രാഹത്തിന് ദൈവം വാഗ്ദാനം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് 22-ാം അധ്യായം 18-ാം വാക്യത്തിൽ അബ്രാഹത്തിന് ഒരു സന്തതി ജനിക്കും, ആ സന്തതിയിലൂടെ ഭൂമുഖത്തെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടുമെന്നായിരുന്നു വാഗ്ദാനം. ഭൂമിയിലെ സകല ജനതകളെയും അനുഗ്രഹിക്കുന്ന ഒരു പുത്രൻ അബ്രാഹത്തിന് ജനിക്കും. അബ്രാഹത്തിന്റെ പുത്രനായ ഇസ്ഹാക്ക് കുറച്ച് പേരെയൊക്കെ അനുഗ്രഹിക്കുന്നതും, അദ്ദേഹത്തിന്റെ പുത്രൻ യാക്കോബ് 12 പേരെ അനുഗ്രഹിക്കുന്നതും, യൂസേപ്പ് ഇസ്രായേൽക്കാരെ മാത്രമല്ല മെസ്രൈനിലെ ഈജിപ്തിലെ ആൾക്കാരെ പോലും അനുഗ്രഹമായി തീരുന്നതെല്ലാം കാണുന്നുണ്ടെങ്കിലും അവരാരും ലോകത്തിലുള്ള എല്ലാവരെയും അനുഗ്രഹിച്ചില്ല. എല്ലാവരെയും അനുഗ്രഹിക്കുന്ന അബ്രാഹത്തിന്റെ പുത്രനാണ് നസ്രായനായ ഈശോ, കന്യകയായ മറിയത്തിൽ നിന്ന് ജനിക്കുന്നവനെന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് പുതിയ നിയമത്തിലെ ആദ്യത്തെ വാചകത്തിലെ മത്തായി ശ്ലീഹ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത് അബ്രാഹത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ ഈശോ മിശിഹായുടെ വംശാവലി എന്ന്. അപ്പോൾ ഈശോയെ അവതരിപ്പിക്കുമ്പോൾ അബ്രാഹത്തിന്റെ പുത്രൻ എന്ന് പറയാനുള്ള കാരണം അതാണ്. തുടർന്ന് നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായം 15-ാം വാക്യത്തിൽ മൂശ തൻ്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് പറഞ്ഞു, ഈ കാലത്ത് ദൈവം നിങ്ങളോട് സംസാരിച്ചത്, ഇസ്രായേൽ ജനതയോട് സംസാരിച്ചത് മൂശയിലൂടെയാണ്, എന്നിലൂടെയാണ് എങ്കിൽ
എന്നെപ്പോലെ ഒരു പ്രവാചകനെ ദൈവം, എന്നേക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ളൊരു പ്രവാചകനെ ദൈവം അയക്കും, അന്ന് നിങ്ങൾ അവനെയാണ് കേൾക്കേണ്ടത് എന്ന് മൂശ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ മൂശ മുൻകൂട്ടി അറിയിച്ച ആ പ്രവാചകൻ ഈശോയാണ് എന്നുള്ളത് ഈശോയുടെ രൂപാന്തരീകരണ വേളയിൽ പ്രത്യക്ഷപ്പെട്ട മോശയും ഏലിയായും പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ. ആ സമയത്ത് പിതാവായ ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, മേഘത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവിടെ നിന്ന് പറയും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് കേൾക്കുവിൻ. മർക്കോസിന് സുവിശേഷം 9-ാം അധ്യായം 6-7 വാക്യങ്ങൾ നമ്മളത് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഈ അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനത്തിലുള്ള പുത്രൻ, അബ്രാഹത്തിന് ജനിക്കാൻ പോകുന്ന പുത്രൻ ഒരു പുരോഹിത സ്വഭാവമായിരുന്നു. കാരണം അവൻ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്നാണല്ലോ പറഞ്ഞത്. അനുഗ്രഹിക്കുക എന്നുള്ളത് പുരോഹിതന്റെ ധർമ്മമാണ്, ദൗത്യമാണ് എന്ന് സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. മോശയിലൂടെ ദൈവം പറയുകയായിരുന്നു, വരാനിരിക്കുന്നവന് പ്രവാചകന്റെ സ്വഭാവമായിരിക്കും, മോശയെപ്പോലെ ഒരു പ്രവാചകനായിരിക്കും എന്ന് പറയുന്നത്. അത് ഈശോ ആ പ്രവാചകനാണ് എന്നുള്ളത്, മോശയെപ്പോലെ ഉള്ള പ്രവാചകൻ, അല്ലെ മോശയേക്കാൾ ശ്രേഷ്ഠനായ പ്രവാചകനാണ് എന്നുള്ളത് ഹെബ്രായ ലേഖനത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ വിവരിക്കപ്പെടുന്നുമുണ്ട്. മൂന്നാമത്തെ വാഗ്ദാനത്തിന്റെ അടിസ്ഥാന വാഗ്ദാനം നമ്മൾ കാണുന്നത് സാമൂഹ്യ 2-ാം പുസ്തകം 7-ാം അധ്യായം 12 മുതൽ 14 വരെ വാക്യങ്ങളിലാണ്. അവിടെ ദാവീദിന് ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്, നിനക്കൊരു പുത്രൻ ജനിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല, അവൻ എനിക്ക് ആലയം പണിയും, അവൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും, അവൻ എനിക്ക് പുത്രനും ഞാൻ അവന് പിതാവുമായിരിക്കും. 2 സാമൂഹ്യ 7:14 വാക്യമാണ്. ഇത് വർണ്ണപ്രധാനമായ വാചകമാണ്. സാമൂഹ്യ 2-ാം പുസ്തകം 7-ാം അധ്യായം 14 വാക്യം. അവിടെ ദൈവം പറയുകയാണ്, നിനക്ക് ജനിക്കാൻ പോകുന്ന, ദാവീദിന് ജനിക്കാൻ പോകുന്ന പുത്രൻ എൻ്റെയും കൂടെ പുത്രനായിരിക്കും. അതായത് ഒരേ സമയം ദാവീദിന്റെ പുത്രനും ദൈവത്തിന്റെ പുത്രനുമായിട്ട് ഒരുവൻ വരും. അത് ചരിത്രത്തിൽ ഈ നസ്രായനായ ഈശോയാണ് എന്നുള്ളതാണ് പുതിയ നിയമത്തിലെ ആദ്യത്തെ ഗ്രന്ഥമായ മത്തായിയുടെ സുവിശേഷത്തിന്റെ 1-2 അധ്യായങ്ങളും ലൂക്കായുടെ സുവിശേഷത്തിന്റെ 1-2 അധ്യായങ്ങൾ, ആദ്യത്തെ 1-2 അധ്യായങ്ങളും വിവരിക്കുന്നത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് നമുക്ക് പുതിയ നിയമത്തിൻ്റെ ആ ഒരു അങ്ങോട്ട് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ദൈവം അബ്രാഹത്തിനും മൂശയിലൂടെയും ദാവീദിനും വാഗ്ദാനം ചെയ്തിരുന്ന അബ്രാഹത്തിന്റെ പുത്രൻ, വാഗ്ദാനം ചെയ്യപ്പെട്ട അബ്രാഹത്തിന്റെ പുത്രൻ, വാഗ്ദാനം ചെയ്യപ്പെട്ട ദാവീദിന്റെ പുത്രൻ, അതുപോലെ തന്നെ മൂശ മുൻകൂട്ടി അറിയിച്ചിരുന്ന പ്രവാചകൻ. അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായിട്ട് പുതിയ നിയമത്തിലെ ആദ്യത്തെ ഗ്രന്ഥത്തിൽ ഈ 2 പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം 2 പേർക്കാണല്ലോ പുത്രന്മാരെ വാഗ്ദാനം ചെയ്തിരുന്നത്, അബ്രാഹത്തിനും ദാവീദിനും. അതുകൊണ്ടാണ് പുതിയ നിയമം ആരംഭിക്കുന്നത് തന്നെ അബ്രാഹത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ ഈശോ മിശിഹായുടെ വംശാവലി ഗ്രന്ഥം. ഒറിജിനലിൽ യഥാർത്ഥത്തിൽ ദാവീദിന്റെ പുത്രനായ അബ്രാഹത്തിന്റെ പുത്രനായ ഈശോ മിശിഹാടെന്നാണ്. കാരണം ദാവീദിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട്, ദാവീദിന്റെ പുത്രൻ മിശിഹ രാജാവാണ്, അവിടുത്തെ രാജ്യം എന്നേക്കും നിലനിൽക്കും, അവിടത്തേക്ക് പ്രസംഗിക്കാനുണ്ടായിരുന്നത് ദൈവരാജ്യമാണ്, സ്വർഗരാജ്യമാണ് എന്നുള്ള ആ സത്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് ദാവീദിന്റെ പേര് ഒറിജിനലിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത്. അത് ആദ്യമാണെങ്കിലും പിന്നീടാണെങ്കിലും അബ്രാഹത്തിന്റെ പുത്രൻ സമയബന്ധം വെച്ച് നോക്കിയാൽ ആദ്യം വന്നത് അബ്രാഹമാണ്, പിന്നീടാണ് ദാവീദിന് വാഗ്ദാനം കിട്ടിയത്. എങ്കിലും ദൈവശാസ്ത്രപരമായിട്ട് ദാവീദിന് ഒരു വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒറിജിനൽ കയ്യെഴുത്ത് പ്രതികളിൽ ദാവീദിന്റെ പേര് ആദ്യം കാണുന്നത്. അപ്പോൾ ഈ ദൈവം നൽകിയിരുന്ന വാഗ്ദാനങ്ങൾ, പുരോഹിത സ്വഭാവമുള്ള, പ്രവാചക സ്വഭാവമുള്ള, രാജകീയ സ്വഭാവമുള്ള ആ മിശിഹ അഭിഷിക്തനാണ് ഈശോ എന്നാണ് പുതിയ നിയമത്തിൽ ആദ്യത്തെ 4 ഗ്രന്ഥങ്ങളിൽ, സുവിശേഷങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ എപ്രകാരമാണ് ഈ 3 വാഗ്ദാനങ്ങളും നസറായനായ ഈശോയിൽ പൂർത്തിയാകുന്നത്? ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം സാമൂവേലിന്റെ പുസ്തകം 2-ാം പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിലേതാണെന്ന് നമ്മൾ പറഞ്ഞു. ദാവീദിന് ജനിക്കാൻ പോകുന്ന പുത്രൻ ദൈവത്തിന്റെ പുത്രനായിരിക്കും. അപ്പോൾ ഒരേ സമയം ദൈവത്തിന്റെ പുത്രനും മനുഷ്യന്റെ പുത്രനുമായിരിക്കുന്ന നസറായനായ ഈശോയെക്കുറിച്ചാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വിവരിക്കുന്നത്. ആദ്യത്തെ 17 വാക്യങ്ങളിൽ എപ്രകാരമാണ് ഈശോ, നസറായനായ ഈശോ മനുഷ്യന്റെ വംശാവലിയിൽ, അത് അബ്രാഹം മുതൽ യൗസേപ്പ് വരെയുള്ള വംശാവലി പറയുമ്പോൾ ശാരീരികമായി യൗസേപ്പിന്റെ പുത്രനല്ല എങ്കിലും ആ ദാവീദിന്റെ വംശത്തിൽ ഈശോ ജനിക്കുന്നത് കൊണ്ട് ദാവീദിന്റെ വംശത്തിൽ നിൽക്കുന്ന യൗസേപ്പിന്റെ ഭാര്യയായിരുന്ന, അല്ലെങ്കിൽ സംരക്ഷണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കന്യകയായ മറിയത്തിൽ നിന്ന്, മറിയം വിവാഹത്തിന് മുൻപും വിവാഹ സമയത്തും കുഞ്ഞിന് ജന്മം നൽകുമ്പോഴും ജന്മശേഷവും എല്ലാം കന്യകയായി തുടർന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ കന്യകയായ മറിയത്തിൽ നിന്ന് ജനിക്കുന്ന ഈ ഈശോയുടെ നിയമപരമായിട്ടുള്ള പിതൃത്വം യൗസേപ്പിനുള്ളതായിരുന്നു. അപ്പോൾ ആ യൗസേപ്പ് നിയമപരമായിട്ട്, അല്ലെങ്കിൽ വംശപരമ്പരമായിട്ട് ദാവീദിന്റെ വംശത്തിലായിരുന്നു, അബ്രാഹത്തിന്റെ പുത്രനായിരുന്നു. അങ്ങനെയാണ് നിയമപരമായിട്ട് മാത്രമേ ഈശോ യൗസേപ്പിന്റെ പുത്രനാകുന്നുള്ളൂ. പക്ഷേ അവിടുന്ന് മറിയത്തിന്റെ പുത്രനാണ്. അപ്പോൾ ഈ മനുഷ്യനിൽ നിന്നുള്ള വ്യക്തിയായിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലെ ആദ്യത്തെ 17 വാക്യങ്ങൾ വിവരിക്കുമ്പോൾ
18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ എപ്രകാരമാണ് മറിയത്തിൽ നിന്ന് ജനിക്കുന്ന, കന്യകയായ മറിയത്തിൽ നിന്ന് ജനിക്കുന്ന ഈ പുത്രൻ ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. ആ റൂഹായുടെ പ്രവർത്തനത്താലാണ്, റൂഹായുടെ ആവാസത്താലാണ് കന്യകയായ മറിയം മിശിഹായെ, ഈശോയെ ഗർഭം ധരിക്കുന്നതും ജന്മം നൽകുന്നതും എന്നാണ് 1-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്ത് മത്തായി ശ്ലീഹ വിവരിക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൽ 26 മുതലുള്ള വാക്യങ്ങളിൽ ലൂക്ക വിവരിക്കുന്നത്. നസ്രത്തിൽ കന്യകയായ മറിയത്തിനാണല്ലോ അവിടെ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നതും മംഗളവാർത്ത അറിയിക്കുന്നതുമെല്ലാം. അപ്പോൾ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, റൂഹ നിന്റെ മേൽ വരും, അതുകൊണ്ട് ജനിക്കാൻ പോകുന്നവൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അവൻ യാക്കോബിന്റെ ഭവനത്തിന്മേൽ എന്നേക്കും ഭരണം നടത്തും, അവന്റെ രാജസിംഹാസനത്തിന് ഭരണത്തിന് അവസാനമുണ്ടാവുകയില്ല എന്നെല്ലാം പറയുമ്പോൾ ദാവീദിന് നൽകിയിരുന്ന ആ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് ഈശോയിൽ നിറവേറാൻ പോകുന്നതെന്നും വ്യക്തമാണ്. അപ്പോൾ ഇപ്രകാരം വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന പുരോഹിത സ്വഭാവമുള്ള, പ്രവാചക സ്വഭാവമുള്ള, രാജകീയ സ്വഭാവമുള്ള ആ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന അഭിഷിക്തനായ മിശിഹായാണ്, ദൈവപുത്രനാണ് ഈശോ എന്നുള്ള ആ സത്യമാണ് സുവിശേഷത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ വിവരിക്കപ്പെടുന്നത്. യോഹന്നാൻ ശ്ലീഹ യഥാർത്ഥത്തിൽ അതിനും പുറകോട്ട് പോയിട്ട് ആദിയിലുണ്ടായിരുന്ന വചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, ആ വചനമാണ് ചരിത്രത്തിലെ സമയത്തിന്റെ പൂർത്തിയിൽ മനുഷ്യനായി അവതരിച്ച് നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചത് എന്ന 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ മനുഷ്യനായി അവതരിച്ച ഈശോയിലാണ് നമ്മൾ ദൈവത്തിന്റെ മഹത്വം കണ്ടത്. ദൈവത്തെ നമ്മൾ കണ്ടത് അവിടെയാണ്. അവിടുത്തെ കൃപയും മഹത്വവും നിറഞ്ഞ ആ ദൈവത്തിന്റെ മഹത്വം നമ്മൾ നസ്രായനായ ഈശോയിൽ കണ്ടുവെന്ന് യോഹന്നാൻ വിവരിക്കുന്നത് 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈ ആദ്യ ഭാഗമില്ല. കാരണം മർക്കോസ് സുവിശേഷം ആരംഭിക്കുന്നത് ഈശോയുടെ പരസ്യജീവിതം തുടങ്ങിയാണ് എന്നുള്ളതും നമുക്ക് സുവിദിതമാണ്. അപ്പോൾ ഇപ്രകാരം വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന വാഗ്ദാനങ്ങൾ പൂർത്തീകരണമായി മിശിഹ കന്യകയായ മറിയത്തിൽ നിന്ന് പരിശുദ്ധ റൂഹായാൽ ജനിക്കുന്നു. അവിടുത്തെ ജനനം ഈ 2 അധ്യായങ്ങൾ വിവരിച്ചു കഴിഞ്ഞാൽ പിന്നെ 3-ാം അധ്യായം മുതൽ മത്തായി ശ്ലീഹായും ലൂക്കാ സുവിശേഷകനും വിവരിക്കുന്നത് ഈശോയുടെ പരസ്യജീവിതമാണ്. അപ്പോൾ അവിടെയും മത്തായി ശ്ലീഹയുടെ ഒരു ഊന്നൽ പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണെന്ന് കാണിക്കാൻ വേണ്ടി ഈശോയുടെ ജീവിതത്തിലെ ഓരോ സംഭവം വിവരിക്കുമ്പോഴും ഇത് പ്രവാചകൻ പറഞ്ഞിരുന്നത്, ഏശയ്യ പറഞ്ഞിരുന്നത്, ജെറമയ്യ പറഞ്ഞിരുന്നത്, പ്രവാചകനിലൂടെ ദൈവം അരുളിച്ചത് പൂർത്തിയാകുവാൻ വേണ്ടിയായിരുന്നു എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നത് കാണാം. അതുകൊണ്ട് തന്നെയാണ് പരസ്യജീവിതത്തിന്റെ ആരംഭം ലൂക്കാ വിവരിക്കുമ്പോൾ 4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ ഏഷ്യാ നിവ്യായിൽ നിന്ന് 61-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചുകൊണ്ടാണ് ഈശോ പറയുന്നത്, കർത്താവിന്റെ അരൂപി എൻ്റെ മേലുണ്ട്, അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറയും, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ പ്രവചനം പൂർത്തിയായി എന്ന്. അപ്പോൾ ആ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ് മിശിഹ എന്നുള്ളത് ജനന സമയത്ത് മാത്രമല്ല, ജനനവേളയിൽ മാത്രമല്ല, തുടർന്ന് പരസ്യജീവിതത്തിലും ഈശോയും സുവിശേഷകന്മാരും ഇത് വ്യക്തമാക്കുന്നത് നമുക്ക് കാണാം. പരസ്യജീവിതത്തിന്റെ ആരംഭം, അതിനുള്ള ഒരുക്കമായിട്ട് 3 കാര്യങ്ങൾ സുവിശേഷന്മാർ വിവരിക്കുന്നുണ്ട്. അത് ആദ്യത്തെ 3 സുവിശേഷന്മാരും അത് വിവരിക്കുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹായും അത് വിവരിക്കുന്നുണ്ട്, വേറൊരു രീതിയിലാണ് എന്നുള്ളത്. 3 കാര്യങ്ങൾ. ഒന്ന്, യോഹന്നാൻ മാംദാന, മിശിഹായ്ക്ക് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ മാംദാനായുടെ പ്രസംഗമാണ്. ജനത്തെ അനുതാപത്തിന് ക്ഷണിച്ചുകൊണ്ട് അവർക്ക് മാമോദീസ പരികർമ്മം ചെയ്തുകൊണ്ട് അവരെ മിശിഹായെ സ്വീകരിക്കുവാൻ വേണ്ടി ഒരുക്കി. ഇപ്രകാരം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈശോയും വന്ന് യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുന്നതും ആ സമയത്ത് ദൈവം സ്വയം വെളിപ്പെടുത്തുന്നതും ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ളത് ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തുന്നതുമല്ല. ഇപ്രകാരം റൂഹായാൽ നിറഞ്ഞു കാണപ്പെടുന്ന, അവിടുന്ന് ജനിച്ചത് തന്നെ റൂഹായാലായിരുന്നു, എന്നും റൂഹായോടുള്ള ബന്ധത്തിലായിരുന്നു നമുക്കറിയാം പരിസ്ഥിതിത്വത്തിൽ. അത് വെളിവാക്കപ്പെട്ട ഈശോ പിന്നീട് മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ ജീവിതത്തിലുടനീളമുണ്ടായ പരീക്ഷകളുടെ ഒരു തീക്ഷ്ണമായ അനുഭവമായിരുന്നു പരസ്യജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അവിടത്തേക്ക് നേരിടേണ്ടി വന്ന ഈ പ്രലോഭനങ്ങൾ. ഈ 3 കാര്യങ്ങളുടെ യോഹന്നാൻ മാംദാനയുടെ പ്രസംഗത്തിനും ഈശോയുടെ മാമോദീസായ്ക്കും മരുഭൂമി പരീക്ഷകൾക്കും ശേഷമാണ് പരസ്യജീവിതം ആരംഭിക്കുന്നത്. പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ അവിടത്തേക്ക് പ്രസംഗിക്കാനുള്ള ഒരൊറ്റ വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ, ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം സമീപസ്ഥമായിരിക്കുന്നു. എന്താണ് ദൈവരാജ്യം? ദൈവത്തിന്റെ ഹിതം ഭരണം നടത്തുന്ന സ്ഥലവും സംവിധാനവുമാണ്. എവിടെ ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായി നടക്കുന്നു അവിടെ ദൈവരാജ്യമുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് എങ്ങനെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്? അത് ദൈവം വെളിപ്പെടുത്തിയാലേ അറിയാൻ സാധിക്കുകയുള്ളൂ. പഴയ നിയമത്തിൽ മോശയിലൂടെയും പ്രവാചകന്മാരിലൂടെ ഇത് വെളിപ്പെടുത്തി, ഈ അവസാന നാളുകളിൽ തന്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തി. അതാണല്ലോ ഹെബ്രായ ലേഖകൻ 1-ാം അധ്യായം ആദ്യ വാക്യങ്ങൾ പറയുന്നത്.
പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ച ദൈവം ഈ അവസാന നാളുകൾ തൻ്റെ പുത്രനിലൂടെ നമ്മോട് സംസാരിച്ചിരിക്കുന്നുവെന്ന്. അപ്പോൾ പുത്രനിലൂടെയാണ് ദൈവം തൻ്റെ ഹിതം പൂർണ്ണമായി വെളിപ്പെടുത്തിയത്. മോശയിലൂടെയും പ്രവാചകന്മാരിലൂടെയുമുള്ള വെളിപ്പെടുത്തൽ ഭാഗികമായിരുന്നു. ഈ വെളിപ്പെടുത്തൽ പൂർണ്ണമായത് പിതാവായ ദൈവത്തിന് നമ്മോട് പറയാനുണ്ടായിരുന്നത് മുഴുവനും അവിടുന്ന് വെളിപ്പെടുത്തിയത്, എക്സോസ്റ്റ് ചെയ്തത്, അവിടത്തേക്ക് പറയാനുണ്ടായിരുന്നത് മുഴുവനും പറഞ്ഞു കഴിഞ്ഞത്. അതുകൊണ്ടാണ് മനുഷ്യനായി അവതരിച്ച ഈശോയെ യോഹന്നാൻ ശ്ലീഹ ദൈവത്തിൻ്റെ വചനം എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ലോഗോസ് ആണ്, ദൈവത്തിൻ്റെ വേർഡാണ്. അവിടുന്ന് ദൈവത്തിന് പറയാനുണ്ടായിരുന്നത് മുഴുവനും മനുഷ്യരൂപം എടുത്തതാണ്. അത് വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവത്തിന് പറയാനുണ്ടായിരുന്നത്, നമ്മളോട് കാണിക്കാനുണ്ടായിരുന്നതും എല്ലാം ഈശോ തൻ്റെ അസ്തിത്വത്തിലൂടെ, മനുഷ്യനായി അവതരിച്ച് അവിടുത്തെ അസ്തിത്വത്തിലൂടെ വെളിപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് ലോഗോസ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടുന്ന് സത്യമായിരിക്കുന്നത്. സത്യദൈവത്തെ അവിടുന്ന് പൂർണ്ണമായി ആയിരിക്കുന്ന രീതിയിൽ വെളിപ്പെടുത്തിയത് കൊണ്ടാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഹിതം നമുക്കറിയാനുള്ള വഴി, ഏക വഴി ദൈവം വെളിപ്പെടുത്തുന്നതാണ്. അത് പൂർണ്ണമായി വെളിപ്പെടുത്തുന്നത് മനുഷ്യനായി അവതരിച്ച അവിടുത്തെ പുത്രനായ ഈശോ മിശിഹായിലൂടെയാണ്. അതുകൊണ്ട് എന്താണ് ദൈവരാജ്യം? നസറായനായ ഈശോ വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവരുടെ സമൂഹമാണ് ദൈവരാജ്യം. അത് ആ നസറായനായ ഈശോയിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ ഹിതം എവിടെ നടപ്പാകുന്നുവോ ആ സംവിധാനമാണ് ദൈവരാജ്യം. എവിടെ ഇത് നടപ്പാകുന്നുവോ ആ സ്ഥലമാണ് ദൈവരാജ്യം. ഇത് പൂർണ്ണമായത് ആദ്യമായി നമുക്കറിയാം പരിശുദ്ധ കന്യാമറിയത്തിലും 12 ശ്ലീഹന്മാരിലുമാണ്. അതുകൊണ്ട് അവരാണ് ഈ 12 ശ്ലീഹന്മാരും പരിശുദ്ധ കന്യാമറിയവും ചേരുന്ന നടപടി പുസ്തകം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഊട്ടുശാലയിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സംരക്ഷണയിൽ പ്രാർത്ഥനാനിരതരായിരിക്കുന്ന ആ 12 ശ്ലീഹന്മാരാണ് യഥാർത്ഥത്തിൽ സഭ മുഴുവൻ്റെയും ആദ്യ രൂപം, ഒരു എംബ്രിയോണിക് ഫോമിലുള്ളത് അവിടെയാണ്. അതാണ് പിന്നീട് വളർന്ന് ലോകത്തിന് നാനാഭാഗങ്ങളിലും വികസിക്കുന്ന തിരുസഭയായി തീർന്നത് ദൈവരാജ്യം. അതുകൊണ്ട് ദൈവരാജ്യവും തിരുസഭയും നമുക്ക് രണ്ടായിട്ട് കാണുവാനും സാധിക്കുകയില്ല. അപ്പോൾ ഈ ദൈവരാജ്യത്തെക്കുറിച്ചാണ് ഈശോ പ്രസംഗിച്ചത്. ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു. ദൈവം ഇതാ ഭരണം നടത്താൻ തുടങ്ങുന്നു. ആരിൽ ഭരിക്കുന്നു? തൻ്റെ പുത്രനിൽ ഭരിക്കുന്നു. മറ്റ് ഭരണകർത്താക്കളെ പോലെ അധികാരം പ്രയോഗിക്കുന്നവനല്ല ഇവിടുന്ന്, മറിച്ച് സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ രാജ്യമാണിത്. ദൈവം എല്ലാവരുടെയും പിതാവാണ് എന്നും അവിടുന്ന് എല്ലാവരെയും സ്നേഹിക്കുന്നുവെന്നും എല്ലാവരെയും രക്ഷിക്കാൻ, തന്നിലേക്ക് ചേർക്കുവാൻ, തൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുവെന്നും അതിനുവേണ്ടി സാത്താൻ്റെയും മരണത്തിൻ്റെയും ബന്ധനത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ വിമോചിപ്പിച്ച് തൻ്റെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് പുത്രനെ അയച്ചിരിക്കുന്നത് എന്നുമാണ് ഈ ദൈവരാജ്യം എന്നുള്ള ആ സന്ദേശം, ഈശോയുടെ സുവിശേഷ സന്ദേശം വ്യക്തമാക്കിയത്. അതുകൊണ്ടാണ് ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം, അത് ഒരേ കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. യഹൂദർക്ക് വേണ്ടി എഴുതിയ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലാണ് സ്വർഗരാജ്യം എന്ന പ്രയോഗം കാണുന്നത്. കാരണം യഹൂദരെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്നുള്ള ആ കൽപ്പന ലംഘിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് ദൈവം എന്നുള്ള പദം അവർ ഒഴിവാക്കാവുന്നിടത്തല്ല ഒഴിവാക്കും. അതിനു പകരം സ്വർഗം, ആകാശം, സൈന്യാധിപൻ, ശക്തൻ, സ്രഷ്ടാവ്, പരിപാലകൻ തുടങ്ങിയ വിശേഷണങ്ങൾ ദൈവത്തെക്കുറിച്ച് പറയുകയും ചെയ്യും. അതുകൊണ്ടാണ് ദൈവരാജ്യം എന്നുള്ളത് സ്വർഗരാജ്യം എന്ന് പറയുന്നത്. രണ്ടും ഒരേ യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് പശ്ചാത്തപിക്കുവിൻ, മാനസാന്തരപ്പെടുവിൻ, ജീവിതത്തിൽ മാറ്റം വരുത്തുവിൻ, തിരിഞ്ഞു വരുവിൻ, തിരികെ വരുവിൻ. പ്രവാചകന്മാർ പറഞ്ഞത് അത് തന്നെയായിരുന്നു. ഉടമ്പടി വിശ്വസത്തിലേക്ക് മടങ്ങി വരാൻ പറഞ്ഞത് തന്നെയാണ് ഈശോ ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് മടങ്ങി വരുവിൻ, എന്നിലേക്ക് തിരിയുവിൻ, ദൈവരാജ്യത്തിലേക്ക് വരുവിൻ, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവിൻ. ദൈവരാജ്യം യഥാർത്ഥത്തിൽ ഈശോ തന്നെയാണ് എന്ന് ആദിമ സഭാപിതാക്കന്മാർ പറയുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒറിജൻ പറയും, ഏറ്റവും വലിയ ദൈവശാസ്ത്രി എന്ന് കരുതപ്പെടുന്ന ഒറിജൻ പറയും, ഈശോ തന്നെയാണ് ദൈവരാജ്യം. കാരണം ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി അറിഞ്ഞതും വെളിപ്പെടുത്തിയതും അത് ജീവിച്ചതും ഈശോ തന്നെയാണ്. ദൈവപുത്രനായിരുന്നുകൊണ്ട് പൂർണ്ണമായി ദൈവത്തിൻ്റെ ഹിതം അറിയായിരുന്നു. കാരണം ദൈവത്തിൻ്റെ ഈശോയുടെ ഹിതവും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അത് ഒറ്റ ഹിതം തന്നെയാണ്. പിതാവിൻ്റെയും റൂഹായുടെയും പുത്രൻ്റെയും ഹിതം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഹിതം പൂർണ്ണമായി ആയിരിക്കുന്ന രീതിയിൽ അറിഞ്ഞത് ഈശോയാണ്. അത് പൂർണ്ണമായി ലോകത്തിന് വെളിപ്പെടുത്തിയത് ഈശോയാണ്. തൻ്റെ ജീവിതത്തിലൂടെ മനുഷ്യാസ്തിത്വത്തിലൂടെ ഈ ഹിതം പൂർത്തിയാക്കിയതും ഈശോയാണ്. അതുകൊണ്ടാണ് ഓട്ടോ ബാസിലെയ്യ എന്നാണ് ഒറിജൻ ഈശോയെക്കുറിച്ച് പറയുന്നത്. ഈശോ തന്നെയാണ് ദൈവരാജ്യം. അപ്പോൾ ഈ ദൈവരാജ്യത്തെക്കുറിച്ചാണ് ഈശോ പ്രസംഗിച്ചത്. തന്നിലേക്ക് വിശ്വസിക്കുക, തന്നിൽ വിശ്വസിക്കുക, തന്നിലേക്ക് ചേരുക എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ ചേരുക എന്ന് തന്നെയാണ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ നസറായനായ ഈശോയിൽ വിശ്വസിക്കുക. അവിടുന്ന് ദൈവപുത്രനാണ്, വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനായ മിശിഹായാണ്, എൻ്റെയും രക്ഷകനാണെന്ന് വിശ്വസിക്കുക എന്നുള്ളതും അവിടുത്തോട് ആ വിശ്വസ്തത, അവിടുത്തോട് വിധേയത്വം, അവിടുത്തോട് അനുസരണമുള്ളവളായി ജീവിക്കുക എന്നുള്ളതുമാണ്. ഇതാണ് മാനസാന്തരപ്പെടുക, പശ്ചാത്തപിക്കുക
എന്ന് പറഞ്ഞപ്പോൾ ഈശോ ആഹ്വാനം ചെയ്തത്. ഈ ഈശോയുടെ പ്രഘോഷണത്തോട് പ്രതികരിച്ച സാധാരണക്കാരുടെ ചരിത്രം നമ്മൾ പിന്നീട് സുവിശേഷത്തിൽ കാണുന്നുണ്ട്. മുക്കുവരായിരുന്ന സബദീപുത്രന്മാരും പത്രോസും അന്ത്രയോസും എല്ലാം ചേരുന്നതും ചുങ്കക്കാരനായിരുന്ന ലേവി ചേരുന്നതും പിന്നീട് ധാരാളം ശിഷ്യന്മാർ ഈശോയെ അനുഗമിക്കുന്നതും എന്നെ അനുഗമിക്കുമെന്നുള്ള അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ വിശ്വസിക്കുമെന്നുള്ള ആഹ്വാനം ശ്രവിച്ച് ഈശോയുടെ സമൂഹത്തോട് ചേരുന്നതും ആ ഒരു ചെറിയ സമൂഹം, മിശിഹാ സമൂഹം, ഒരു കൂട്ടായ്മ രൂപം കൊള്ളുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈശോ പരസ്യജീവിതത്തിന്റെ ആരംഭം മുതൽ തന്നെ ഇവരെ വിളിച്ച് ഇവരിൽ നിന്ന് 12 പേരെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ച് തൻ്റെ ദൗത്യം ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഭാവിയിൽ. അതുകൊണ്ടാണ് പരസ്യജീവിത കാലത്ത് തന്നെ അവിടുന്ന് ഒരു ട്രെയിനിങ്ങിന് വേണ്ടി ഇവരെ അയക്കുന്നുണ്ട്, ദൈവരാജ്യം പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട്. ഇവർ മടങ്ങി വന്ന് നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച്, ഈശോയുടെ നാമത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതും ഈശോ ആ സമയത്ത് സന്തോഷിച്ച് ദൈവത്തെ സ്തുതിക്കുന്നതുമെല്ലാം ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ദൗത്യം ദൈവരാജ്യം പ്രഘോഷിക്കാനുള്ള ഈശോയിൽ, നസ്രായനായ ഈശോയിൽ ദൈവം ഭരണം നടത്തുന്നു എന്നുള്ള, അവിടുന്ന് സ്വയം വെളിപ്പെടുത്തുന്നു എന്നുള്ള സത്യം, ദൈവം വെളിപ്പെടുത്തുന്ന പുത്രനായ ഈശോയിലൂടെയാണ് എന്നുള്ള ആ സത്യം, അവിടുന്നാണ് രക്ഷകൻ, ലോകം മുഴുവൻ്റെയും രക്ഷകൻ, ലോകം മുഴുവനുമുള്ള ഏക രക്ഷകൻ അവിടുന്നാണ് എന്നുള്ള സത്യം പ്രഘോഷിക്കാൻ വേണ്ടി സ്ലീഹന്മാരെ അവിടുന്ന് ഒരുക്കിക്കൊണ്ട് വരികയായിരുന്നു പരസ്യജീവിതകാലം മുഴുവനും. ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി അവിടുന്ന് വ്യത്യസ്തങ്ങളായ ഉപമകൾ പറഞ്ഞു. സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി കർഷകരോട് സംസാരിച്ചപ്പോൾ വിത്തിൻ്റെയും വിളവിൻ്റെയും ഒക്കെ ഉപമയിലൂടെ പറഞ്ഞു. മുക്കൂരോട് സംസാരിച്ചപ്പോൾ വലയുടെയും മത്സ്യബന്ധനത്തിൻ്റെയും ഒക്കെ ഉപമ പറഞ്ഞു. അമ്മമാരോട് സംസാരിച്ചപ്പോൾ ദൈവരാജ്യം പുളിമാവിന് സദൃശമാണെന്ന് പറഞ്ഞു. കച്ചവടക്കാരോട് സംസാരിച്ചപ്പോൾ അത് രത്നത്തിൻ്റെയും നിധിയുടെയും ഒക്കെ ഉപമ പറഞ്ഞതുമെല്ലാം ഓരോ സാഹചര്യത്തിലും അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ദൈവരാജ്യം, സ്വർഗരാജ്യം എന്നുള്ള ആശയം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്രകാരം പരസ്യജീവിതത്തിൻ്റെ 3 വർഷക്കാലമായിരുന്നു പരസ്യജീവിതം. 3-ാം വർഷത്തിലാണ് അവിടുന്ന് അവസാനമാണ് ജെറൂസലമിലേക്ക് എത്തുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോൾ അവിടുന്ന് ദേവാലയം ശുദ്ധീകരിച്ച് ആധികാരികമായ ദേവാലയത്തിൽ തന്നെ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥ ദേവാലയം ഈശോയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. കാരണം ദാവീദിന് നൽകിയ വാഗ്ദാനത്തിൽ 2 സാമുവേൽ 7:12-14 നമ്മൾ കണ്ടിരുന്നു, അവൻ എനിക്ക് ആലയം പണിയുമെന്നുള്ളത്. യഥാർത്ഥ ആലയം ഈശോയുടെ ശരീരം തന്നെയാണ്. ദേവാലയ ശുദ്ധീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ യോഹന്നാൻ ശ്ലീഹ അത് വ്യക്തമാക്കുന്നുമുണ്ട്. 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് 17 മുതലുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ വിവരിക്കുന്നുണ്ട്. ഈശോ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഈ ആലയം നശിപ്പിക്കും, ഞാനത് 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കാമെന്ന്. നിനക്ക് എന്ത് അധികാരമാണ് ദേവാലയം ശുദ്ധീകരിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഈശോ പറഞ്ഞതാണ്. അപ്പോൾ അതിനുശേഷം സുവിശേഷം പറയുന്നുണ്ട്, ഈശോ ഇത് പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചാണ്. യഹൂദർ ഈ ദേവാലയം, ഈശോയുടെ ശരീരമാകുന്ന ദേവാലയം നശിപ്പിക്കുക തന്നെ ചെയ്തു അവിടുത്തെ കുരിശിലേറ്റിയപ്പോൾ. ഈശോ അവിടുന്ന് 3 ദിവസം കൊണ്ട് പുനരുദ്ധരിച്ചു. അതാണ് ഈശോയുടെ ഉത്ഥാനം. അപ്പോൾ ഇത് പിന്നീടാണ് സ്ലീഹന്മാർക്ക് മനസ്സിലായതെന്നും യോഹന്നാൻ 2-ാം അധ്യായം അവസാന വാക്യത്തിൽ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ദേവാലയ ശുദ്ധീകരണത്തിന്റെ അർത്ഥം അതായിരുന്നു. അവിടുന്ന് ആണ് യഥാർത്ഥ ദേവാലയം. ദേവാലയം ദൈവം വസിക്കുന്ന ഇടമാണല്ലോ. അത് ഈശോയുടെ കന്യകയിൽ നിന്ന് ജനിച്ച, മറിയത്തിൽ നിന്ന് ജനിച്ച നസ്രായനായ ഈശോയിലുണ്ടായിരുന്നത് പോലെ ദൈവം വേറെ ഇടത്തും ഇല്ലായിരുന്നു താനും. അപ്പോൾ ഈ ദൈവപുത്രനായ ഈശോയിൽ ആണ് ദൈവരാജ്യം, ദൈവത്തിന്റെ ഭവനം, അതാണ് യഥാർത്ഥ പള്ളി, യഥാർത്ഥ ദേവാലയം എന്നുള്ളത് വ്യക്തമാക്കുകയായിരുന്നു. പിന്നെ ദൈവം മനുഷ്യ സമാഗമത്തിനുള്ള, ദൈവം മനുഷ്യനെ കാണുന്നതും മനുഷ്യൻ ദൈവത്തെ കാണുന്നതും അനുഭവിക്കുന്നതും എല്ലാം ഈ ദേവാലയത്തിലാണല്ലോ. അത് നമുക്ക് സാധ്യമായിരിക്കുന്നത് മനുഷ്യനായി അവതരിച്ച ഈശോയിലാണ്, ഈശോയുടെ ശരീരത്തിലാണ്. അപ്പോൾ ദേവാലയത്തിലുള്ള ഈ പ്രവർത്തനവും പ്രബോധനവും നിമിത്തം യഹൂദ നേതൃത്വം ഈശോയെ ബന്ധിക്കുകയും ചതിവിൽ കുടുക്കുകയും ഈശോയെ ബന്ധിച്ച് കുറ്റാരോപണങ്ങൾ, വ്യാജമായ കുറ്റാരോപണങ്ങൾ നടത്തി സാൻഹെദ്രിൻ്റെയും പീലാത്തോസിൻ്റെയും അനുവാദത്തോടുകൂടി ഈശോയെ കുരിശിലേറ്റുകയുമാണ്. അങ്ങനെ കുരിശിലേറ്റപ്പെട്ട് സഹിച്ച് മരിച്ച് അവിടുന്ന് സംസ്കരിക്കപ്പെട്ടുവെങ്കിലും ദൈവം അവിടുത്തെ 3-ാം നാൾ ഉയർപ്പിക്കുന്നു. ഈ ഉത്ഥാനത്തിന് ശേഷം ഈശോ സ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് താൻ ജീവിക്കുന്നു എന്നുള്ള സത്യം കാണിച്ചു കൊടുക്കുകയും ഈ സത്യം അവിടുത്തെ മനുഷ്യാവതാരത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും പ്രത്യേകിച്ച് സഹന, മരണ, കബറടക്ക, ഉത്ഥാന, സ്വർഗാരോഹണ രഹസ്യങ്ങളെക്കുറിച്ച്, അതിനെല്ലാം കൂടിയാണ് പെസഹ രഹസ്യം എന്ന് പറയുന്നത്. മിശിഹായുടെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള സംഭവങ്ങൾക്ക് മിശിഹാ രഹസ്യം എന്ന് പറയും. അവിടുത്തെ സഹനം, മരണം, കബറടക്കം, ഉത്ഥാനം, സ്വർഗാരോഹണം, ഇത് പെസഹ രഹസ്യമാണ്. അപ്പോൾ ഈ പെസഹ രഹസ്യത്തെക്കുറിച്ച് ലോകത്തോട് പ്രഘോഷിക്കുവാനും വേണ്ടിയിട്ട് അവിടുന്ന് ഔദ്യോഗികമായിട്ട് ശിഷ്യന്മാരെ നിയോഗിക്കുന്നതാണ് ഉത്ഥാനത്തിന് ശേഷമുള്ള രംഗത്തിൽ നമ്മൾ കാണുന്നത്. അത് ഈ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിലാണെങ്കിലും ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 46 മുതലുള്ള അല്ലെങ്കിൽ 44 മുതലുള്ള വാക്യങ്ങളിലാണെങ്കിലും കാണുന്നത് അത് തന്നെയാണ്. ഇപ്രകാരം
അവിടുന്ന് അവരെ നിയോഗിച്ചയക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി റൂഹാദ് കുരിശാടെ വരവ് കാത്തിരിക്കണം. റൂഹായാണ് നിങ്ങളെ ശക്തിപ്പെടുത്താൻ പോകുന്നത്, അവിടുന്നാണ് നിങ്ങളിലൂടെ പ്രവർത്തിക്കാൻ പോകുന്നത്. അങ്ങനെ പന്തകുസ്തായിൽ റൂഹ അവരുടെ മേൽ വന്നു വസിക്കുകയും ഭീരുക്കളായിരുന്ന സ്ലീഹന്മാർ ശക്തിയോടെ തീക്ഷ്ണതയോടെ മിശിഹായെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അതിന് ഫലമായിട്ട് അന്നേ ദിവസം തന്നെ, പന്തകുസ്താ ദിവസം തന്നെ 3000 പേര് ഈശോയിൽ വിശ്വസിക്കുന്നു. അവര് മിശിഹായുടെ പ്രബോധനമനുസരിച്ച് ജീവിക്കുന്നു, സ്നേഹത്തിൽ കഴിയുന്നു. അവിടുന്ന് കൽപ്പിച്ചതുപോലെ അപ്പം മുറിക്കലിൽ പ്രാർത്ഥനകളിൽ ഒന്നിച്ചേരുന്നു, ഒരേ ഹൃദയവും ഒരേ മനസ്സുമായി ജീവിക്കുന്നു. ഈ പന്തകുസ്തായിൽ പത്രോസ് ഓർസ്ലേമിൽ പ്രഘോഷിച്ച അതേ കാര്യം തന്നെയാണ് പിന്നീട് ഡീക്കന്മാർ, അത് എസ്തപ്പാനോസ് ആയാലും ഫിലിപ്പോസ് ആയാലും പിന്നീട് പൗലോസ് ശ്ലീഹ ആയാലും മറ്റ് ശ്ലീഹന്മാർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പോയി പ്രഘോഷിച്ചത് ഈ സത്യം തന്നെയാണ്. മനുഷ്യനായി അവതരിച്ച ഈശോയെക്കുറിച്ചുള്ള സത്യം, അവിടുന്ന് ദൈവപുത്രനാണ്, മിശിഹായാണെന്നുള്ള സത്യം, വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനാണെന്നുള്ള സത്യം, അവിടുന്ന് സഹിച്ച് മരിച്ച് ഉത്ഥാനത്തിലൂടെ നമ്മുടെ രക്ഷ സാധിച്ചു എന്നുള്ള ആ സത്യം, അവിടുന്ന് വിശ്വസിച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെടുമെന്നുള്ള സത്യം. ഈ സത്യം ലോകം മുഴുവനും പ്രഘോഷിച്ചപ്പോൾ എല്ലായിടത്തും സഭാ സമൂഹങ്ങൾ രൂപം കൊണ്ടു. ഇപ്രകാരം രൂപം കൊണ്ട സഭാ സമൂഹങ്ങൾക്ക് ഉണ്ടായിരുന്ന സംശയങ്ങൾക്ക് ഉള്ള മറുപടികളായിരുന്നു, ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായിരുന്നു, പ്രശ്നങ്ങൾക്കുള്ള മറുപടികളായിരുന്നു ശ്ലീഹന്മാരുടെ ലേഖനങ്ങൾ. അങ്ങനെയാണ് ലേഖനങ്ങൾ എഴുതപ്പെടുന്നത്. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ 1-ാം ലേഖനം 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി നിങ്ങൾ എഴുതി ചോദിച്ച കാര്യങ്ങളെക്കുറിച്ച് മറുപടി പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് എഴുതി തുടങ്ങുന്നത്. അപ്പോൾ ലേഖനങ്ങൾ എഴുതി തുടങ്ങുന്നത് അങ്ങനെയാണ്. ഏറ്റവും ആദ്യത്തെ ലേഖനം എഴുതപ്പെടുന്നത് AD മിശിഹാ വർഷം 50-നും 52-നും ഇടയ്ക്കാണ്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് സുവിശേഷങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് മത്തായി ശ്ലീഹ അറമായ ഭാഷയിലുള്ള സുവിശേഷം. അറമായ ഭാഷയിൽ മത്തായി ശ്ലീഹ സുവിശേഷം എഴുതി എന്നുള്ളത് ഹീറാപോളിസിലെ മെത്രാനായിരുന്നു, 2-ാം നൂറ്റാണ്ടിലെ ഹീറാപോളിസിലെ മെത്രാനായിരുന്ന പപ്പിയാസ് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് ആദ്യത്തെ സഭാചരിത്രകാരനായ യൗസേബിയൂസ് രേഖപ്പെടുത്തുന്നുണ്ട് തിരുസഭാ ചരിത്രത്തിന്റെ 3-ാം പുസ്തകത്തിൽ. ഇതേ കാര്യം തന്നെ സഭാപിതാവായ ജെറോം പല സന്ദർഭങ്ങളിൽ ഇപ്രകാരം മത്തായി ശ്ലീഹ അറമായ ഭാഷയിലുള്ള സുവിശേഷം എഴുതിയിട്ടുണ്ട്. അത് കേസറിയായിലെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു എന്നെല്ലാം ജെറോം പറയുന്നതും അത് താൻ അറമായ ഭാഷയിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, അതിന് ചില ഭാഗങ്ങളെങ്കിലും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും ജെറോം തൻ്റെ പല സന്ദർഭങ്ങളിലും വ്യക്തമാക്കിയിട്ടുള്ളതിനും രേഖകളുണ്ട്. ഇപ്രകാരം AD 50-കളുടെ ആരംഭത്തിലാണ്, അല്ലെങ്കിൽ 50-കളുടെ തുടക്കത്തിലാണ് മത്തായി ശ്ലീഹ അറമായ ഭാഷയിൽ, ഈശോ സംസാരിച്ചിരുന്ന ഭാഷയിൽ തന്നെ സുവിശേഷം എഴുതിയത്. തോമാസ് ശ്ലീഹ AD 50-കളുടെ ആരംഭത്തിൽ ഇന്ത്യയിൽ വരുമ്പോൾ അത് ആദ്യം ബറൂച്ചിൽ വന്നപ്പോഴാണ്, രണ്ടാമത് മാലിങ്കര കൊടുങ്ങല്ലൂർ വന്നപ്പോഴാണെങ്കിലും ഈ സുവിശേഷം അറമായ ഭാഷയിൽ, അറമായ സുറിയാനിയും അടുത്തടുത്ത ഭാഷകൾ അല്ലെങ്കിൽ ഒരേ ഭാഷ തന്നെയാണല്ലോ. അപ്പോൾ ഈ സുവിശേഷം കൊണ്ടുവന്നിരുന്നു എന്നുള്ള ശക്തമായ പാരമ്പര്യം മാർത്തോമ നസ്രാണികൾക്കിടയിലും ഉള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ആദ്യത്തെ സുവിശേഷം അങ്ങനെ മത്തായി ശ്ലീഹ അറമായ ഭാഷയിൽ എഴുതിയതാണ്. എന്നാൽ പിന്നീട് ഗ്രീക്ക് ഭാഷയിലുള്ള സുവിശേഷങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് മർക്കോസ് ശ്ലീഹായുടെ മർക്കോസിൻ്റെതാണ്. അത് എഴുതപ്പെടുന്നത് 65-നും 70-നും ഇടയ്ക്കാണ്. പത്രോസ് ശ്ലീഹ ബന്ധനസ്ഥനാകുന്നതും കാരാഗൃഹത്തിലാകുന്നതും രക്തസാക്ഷിയാകുന്നതുമായ പശ്ചാത്തലത്തിൽ റോമിലെ വിശ്വാസികൾക്ക് വേണ്ടിയാണ് പത്രോസിന്റെ ശിഷ്യനായിരുന്ന മർക്കോസ് സുവിശേഷം എഴുതുന്നത്. അപ്പോൾ ആ ഒരു ജീവചരിത്രത്തിന്റെ രീതിയിൽ എഴുതുന്നത് മർക്കോസാണ് ആദ്യം. മത്തായി ശ്ലീഹ അറമായ ഭാഷയിൽ എഴുതിയത് ഈശോയുടെ പ്രബോധനങ്ങളാണ്, ടീച്ചിങ്സ് ആണ് എന്നുള്ളത് പപ്പിയാസ് പറയുന്നുണ്ട്. ഈശോയുടെ സേയിങ്സ് ആണ്, ലോഗിയ എന്ന പദമാണ് പപ്പിയാസ് ഉപയോഗിക്കുന്നത്. ഒരു ജീവചരിത്രമായിട്ട് എഴുതുന്നത് മർക്കോസാണ്. അപ്പോൾ മർക്കോസിന്റെ സുവിശേഷം 65-നും 70-നും ഇടയ്ക്ക് ഉണ്ടാകുമ്പോൾ അതിനുശേഷം 70 മുതലുള്ള കാലഘട്ടത്തിലാണ് ഇതേ ഘടന ഉപയോഗിച്ചുകൊണ്ട് തന്നെ മത്തായി ശ്ലീഹ ആദ്യം എഴുതിയ അറമായ സുവിശേഷം ഒന്നുകൂടി എലാബറേറ്റ് ചെയ്ത് വിപുലീകരിച്ച് ജീവചരിത്രത്തിന്റെ രീതിയിൽ തന്നെ 28 അധ്യായങ്ങളുള്ള ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന ഗ്രീക്ക് ഭാഷയിലുള്ള സുവിശേഷം അറമായ ഭാഷയിൽ എഴുതിയത് ആ പ്രഭാഷണങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ പരിഭാഷപ്പെടുത്തി, ഗ്രീക്കിലേക്ക് പരിഭാഷപ്പെടുത്തി ജീവചരിത്രത്തിന് ആവശ്യമായ മറ്റു വിശദാംശങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് 28 അധ്യായങ്ങളായിട്ട് മത്തായി ശ്ലീഹ എഴുതിയത്. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് ലൂക്കായും തൻ്റെ സുവിശേഷം എഴുതുന്നത്. തെയോഫിലസിനാണ് എഴുതുന്നത്. അതിൻ്റെ പശ്ചാത്തലം നമ്മൾ സുവിശേഷത്തിൻ്റെ ആമുഖത്തിൽ കാണും. ഇതിന് തുടർച്ചയായിട്ട് എന്നോണമാണ് നടപടി പുസ്തകം, ശ്ലീഹന്മാരുടെ പ്രവർത്തനം, അപ്പസ്തോലരുടെ പ്രവർത്തനം ലൂക്ക വിവരിക്കുന്നത്. ലൂക്കയുടെ ഏക പുസ്തകത്തിന് 2 ഭാഗങ്ങളാണ്, സുവിശേഷവും ശ്ലീഹന്മാരുടെ നടപടി പുസ്തകവും. യോഹന്നാൻ ശ്ലീഹയാണ് ഏറ്റവും അവസാന സുവിശേഷം എഴുതുന്നത്. 90-നും 100-നും ഇടയ്ക്കാണിത്. ദൈവശാസ്ത്രപരമായിട്ട് വലിയ വിശദീകരണങ്ങൾ നൽകുന്ന
വിശദാംശങ്ങളിലേക്ക് പോകുന്ന വിവരണമാണ് യോഹന്നാൻ്റേത്. ആദ്യത്തെ 3 സുവിശേഷങ്ങൾ ഒരേ ഘടനയുള്ളത് കൊണ്ട് അതേ സമവേഷണ സുവിശേഷങ്ങൾ, സമാന്തര സുവിശേഷങ്ങൾ എന്ന് വിശേഷിപ്പിക്കും. തുടർന്നുള്ള യോഹന്നാന്റെ സുവിശേഷമാണ് 4-ാമത്തേത്. നമ്മൾ പറഞ്ഞു ആദിമസഭയുടെ ചരിത്രം അത് ഈശോ തന്നെ പ്രവർത്തിക്കുന്നതിൻ്റെ ചരിത്രമാണ് നടപടി പുസ്തകത്തിൽ വിവരിക്കുന്നത്. ആദിമസഭകൾക്കുള്ള പൗലോസ്ലീഹായുടെയും പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, യൂദാ തുടങ്ങിയവരുടെയും മറുപടി കത്തുകളാണ് ലേഖനങ്ങൾ. വെളിപാട് പുസ്തകം എന്താണെന്നും നമ്മൾ പിന്നീട് കാണും. പുതിയ നിയമത്തെക്കുറിച്ച് വളരെ പൊതുവായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇന്ന് കണ്ടാൽ മതി. രക്ഷകനായ ഈശോ നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ.